മരിച്ച്. 30-ാം ദിവസം വീട്ടിൽ 4 മക്കളും ഉണ്ടായിരുന്നു. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലെ വിളക്ക് അണയാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മൂത്ത മകൻ എഴുന്നേറ്റ് പറഞ്ഞത്, ഇനി അച്ഛൻ്റെ കാര്യം തീരുമാനിക്കണം. വീടാകെ നിശബ്ദമായി. രണ്ടാമത്തെ മകൻ പതുക്കെ പറഞ്ഞു, എല്ലാവർക്കും ജോലിയുണ്ട്, കുട്ടികളുണ്ട്. അച്ഛനെ ഒരു വീട്ടിൽ സ്ഥിരമായി നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഒടുവിൽ ആ തീരുമാനം. ഓരോ മാസം ഓരോ മക്കളുടെ വീട്ടിൽ. ആ തീരുമാനത്തിന് അച്ഛൻ ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചു, അത്രമാത്രം. ആ ചിരിയുടെ അർത്ഥം ആരും മനസ്സിലാക്കിയില്ല. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെയായിരുന്നു രാഘവനും ഭാര്യ സാവിത്രിയും താമസിച്ചിരുന്നത്. അവർക്ക് 4 മക്കൾ. ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. രാഘവൻ ഒരു സാധാരണ തയ്യൽക്കാരനാണ്. രാവിലെ 8-ന് കട തുറക്കും, രാത്രി 10 മണിയാകുമ്പോഴേ വീട്ടിലെത്തൂ. പല രാത്രികളിലും മക്കൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അവരെ കാണുന്നത്. എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് ഓരോ മക്കളുടെയും നെറ്റിയിൽ കൈവച്ച് മാത്രമേ ജോലിക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. സാവിത്രി ഒരു കാര്യം എപ്പോഴും പറയും, നമ്മൾ സമ്പാദിക്കുന്നത് വീടിനോ സ്ഥലത്തിനോ മറ്റൊന്നിനും വേണ്ടിയല്ല, മക്കളുമായി സന്തോഷമായി ജീവിക്കാനാണ്. ആ വാക്ക് കേൾക്കുമ്പോഴെല്ലാം രാഘവൻ ചിരിച്ചുകൊണ്ട് പറയും, നമ്മളില്ലെങ്കിലും ഇവർ 4 പേരും ഒരുമിച്ചായിരിക്കും. പക്ഷേ ജീവിതം അവർ കരുതിയതുപോലെ ഒന്നും ആയിരുന്നില്ല. വർഷങ്ങൾ കടന്നു. മക്കൾ ഓരോരുത്തരും വിവാഹം കഴിച്ച് ഓരോ നഗരങ്ങളിലേക്ക് മാറി. അമ്മയും അച്ഛനും മാത്രം ആ പഴയ വീട്ടിൽ പരസ്പരം താങ്ങായി ജീവിച്ചു. ഒരു ദിവസം സാവിത്രിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. സാവിത്രിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്ക് രക്ഷിക്കാനായില്ല. 52 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഒരു നിമിഷം കൊണ്ട് രാഘവനെ തനിച്ചാക്കി. ശവസംസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, രാഘവേട്ടനെ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് നിർത്തരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ 4 മക്കളും തലകുലുക്കി. പക്ഷേ 30-ാം ദിവസം കഴിഞ്ഞതോടെ ഓരോരുത്തർക്കും തിരക്ക് തുടങ്ങി. ഒരാൾക്ക് ഓഫീസ്, ഒരാൾക്ക് കുട്ടികളുടെ സ്കൂൾ, മറ്റൊരാൾക്ക് ബിസിനസ്. വലിയ വീട്ടിൽ രാഘവൻ മാത്രം ഒറ്റയ്ക്കായി. ഒരു വൈകുന്നേരം മൂത്ത മകൻ വിനോദ് എല്ലാവരെയും വിളിച്ചു. ഇങ്ങനെ അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. രണ്ടാമത്തെ മകൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ സ്ഥലം കുറവാണ്. മകൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടെ ടൂറിലാണ്. മറ്റൊരു മകൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം, പക്ഷേ സ്ഥിരമായി എനിക്ക് പറ്റില്ല. അവസാനം മൂത്ത മരുമകൾ ഒരു നിർദ്ദേശം വെച്ചു, ഓരോ മാസം ഓരോ വീട്ടിൽ താമസിച്ചാൽ പോരെ. ഒരു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ എല്ലാവരും അതിന് സമ്മതിച്ചു. രാഘവനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമോ അങ്ങനെ ചെയ്തോളൂ മക്കളെ. ആ വാക്ക് കേട്ടപ്പോൾ മക്കൾക്ക് തോന്നിയത് അച്ഛൻ സന്തോഷവാനാണ്. പക്ഷേ അന്ന് രാത്രി സാവിത്രിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് രാഘവൻ പതുക്കെ പറഞ്ഞു, സാവിത്രി, ഇനി ഞാൻ നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ മക്കളുടെ വീടുകളിൽ അതിഥിയാകാൻ പോവുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആദ്യമായി കണ്ണുനീർ നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ രാഘവൻ തൻ്റെ പഴയ അലമാര തുറന്നു. അതിൽ നിന്നൊരു ചെറിയ ഇരുമ്പ് പെട്ടിയെടുത്തു. അതിനുള്ളിൽ കുറച്ച് പഴയ ഫോട്ടോകൾ, ഒരു പഴയ വാച്ച്, ഭാര്യ സാവിത്രിയുടെ കണ്ണട, പിന്നെ ഒരു ചെറിയ നീല നിറമുള്ള ഡയറി. അദ്ദേഹം ഡയറി കയ്യിലെടുത്ത് കുറച്ച് നേരം നോക്കി. പിന്നെ പതുക്കെ തുറന്ന് ആദ്യ പേജിൽ എഴുതി, ഇന്ന് സാവിത്രി പോയിട്ട് 31-ാം ദിവസം. ഇന്ന് മുതൽ ഞാൻ ഓരോ മാസവും ഓരോ മക്കളുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. ഈ ഡയറി ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, എൻ്റെ മനസ്സിലുള്ളത് എഴുതി വെക്കാൻ മാത്രമാണ്. അത് എഴുതിയ ശേഷം ഡയറി വീണ്ടും പെട്ടിക്കുള്ളിൽ വെച്ചു. ഉച്ചയോടെ മൂത്ത മകൻ വിനോദ് കാറുമായി എത്തി. വാ അച്ഛാ, വീട്ടിലേക്ക് പോകാം. രാഘവൻ വീടിൻ്റെ വാതിൽ പൂട്ടുന്നതിന് മുൻപ് ഒരു നിമിഷം തിരിഞ്ഞ് വീടിനെ നോക്കി. ആ വീടിൻ്റെ ഓരോ ചുവരിലും സാവിത്രിയുടെ ഓർമ്മകളായിരുന്നു. മുറ്റത്തെ തുളസിച്ചെടി, അവൾ നട്ട മാവിൻ തൈ, വരാന്തയിലെ പഴയ ചാരുകസേര, എല്ലാം അവസാനമായി കാണുന്നത് പോലെ അദ്ദേഹം പതുക്കെ കൈവച്ചു. അയൽവാസിയായ നാരായണൻ ചോദിച്ചു, രാഘവേട്ട, ഇനി എപ്പോഴാ തിരിച്ചു വരുന്നത്? രാഘവൻ ഒന്ന് പുഞ്ചിരിച്ചു. അറിയില്ല നാരായണ, ഈ വീട് ഇനി എന്നെ കാത്തിരിക്കുമോ എന്നും അറിയില്ല. ആ വാക്ക് കേട്ട് നാരായണൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. പിന്നിലെ കണ്ണാടിയിലൂടെ രാഘവൻ തൻ്റെ വീടിനെ ഒരിക്കൽ കൂടി നോക്കി, വീട് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ. മൂത്ത മകൻ വിനോദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കൊച്ചുമക്കൾ ഓടി വന്ന് വിളിച്ചു, മുത്തച്ഛൻ വന്നേ. ആ ഒരു വിളി കേട്ടപ്പോൾ രാഘവൻ്റെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ആ വൈകുന്നേരം മുഴുവൻ കൊച്ചുമക്കളോടൊപ്പം കഥ പറഞ്ഞും കളിച്ചും സമയം പോയി. അത് കണ്ട വിനോദ് മനസ്സിൽ സന്തോഷിച്ചു. അച്ഛൻ ഇവിടെ ഇഷ്ടമായല്ലോ. പക്ഷേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ വീട്ടിലെ എല്ലാവരും അവരുടെ തിരക്കുകളിലേക്ക് മടങ്ങി. രാവിലെ വിനോദ് ഓഫീസിലേക്ക്, മരുമകൾ പ്രിയ അടുക്കള ജോലിയും കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങളും, കൊച്ചുമക്കൾ
കൊച്ചുമകൾ സ്കൂളിലേക്ക് 10 മണിയാകുമ്പോഴേക്കും വീട്ടിൽ രാഘവൻ മാത്രം. TV കുറച്ചു നേരം കാണും, പത്രം 2-3 പ്രാവശ്യം വായിക്കും, പിന്നെ വരാന്തയിൽ കസേരയിട്ട് റോഡിലേക്ക് നോക്കിയിരിക്കും. ആരും വരില്ല, ആരും സംസാരിക്കില്ല. ഒരു ദിവസം കൊച്ചുമകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചോദിച്ചു, മുത്തച്ഛ, ഇന്ന് മുഴുവൻ എന്താ ചെയ്തത്? രാഘവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വഴിയിലൂടെ എത്ര പേർ പോയെന്ന് എണ്ണിയിരുന്നു. കുട്ടി പൊട്ടിച്ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ എത്ര വലിയ ഏകാന്തതയുണ്ടെന്ന് ആർക്കും മനസ്സിലായില്ല. മാസം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി. രാത്രിയിൽ രാഘവൻ തൻ്റെ ചെറിയ നീല ഡയറി തുറന്നു. അദ്ദേഹം എഴുതി, വിനോദും കുടുംബവും എന്നെ നന്നായി നോക്കുന്നു, പക്ഷേ അവർക്ക് സമയം കുറവാണ്. കൊച്ചുമക്കൾ മുത്തച്ഛ എന്ന് വിളിക്കുമ്പോൾ സാവിത്രി ഉണ്ടായിരുന്ന കാലം ഓർമ്മ വരുന്നു. ആരും തെറ്റുകാരല്ല. വയസ്സാകുമ്പോൾ മനുഷ്യന് വേണ്ടത് ഭക്ഷണമല്ല, കുറച്ച് സമയം മാത്രമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഡയറി അടച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ പേജിലേക്ക് വീണു. രാഘവൻ അത് തുടച്ചില്ല. ഡയറിയിൽ അങ്ങനെ തന്നെ ഉണങ്ങാൻ വിട്ടു. 1 മാസം കഴിഞ്ഞു. വിനോദ് അച്ഛനെ 2ാമത്തെ മകൻ സുരേഷിൻ്റെ വീട്ടിലെത്തിച്ചു. അച്ഛ, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിക്കണം. രാഘവൻ പതിവ് പോലെ ഒന്ന് ചിരിച്ചു. എനിക്കൊന്നും വേണ്ട മോനെ, നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരുന്നാൽ മതി. സുരേഷിൻ്റെ വീട് നഗരത്തിലെ ഒരു ഫ്ലാറ്റായിരുന്നു. അവിടെ മുറികൾ കുറവായിരുന്നു. അതുകൊണ്ട് രാഘവന് ഹാളിൻ്റെ ഒരു മൂലയിലാണ് കിടക്ക ഒരുക്കിയത്. അദ്ദേഹത്തിന് അതിലൊരു പരാതിയും ഉണ്ടായില്ല. ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ചിരിച്ചു. ഒരു ദിവസം രാവിലെ രാഘവൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ മരുമകൾ പറഞ്ഞു, അച്ഛാ, നിങ്ങളൊന്നും ചെയ്യണ്ട. അടുക്കളയിൽ സാധനങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ ചെയ്തോളാം. അത് പറഞ്ഞത് സ്നേഹത്തോടെയായിരുന്നു. പക്ഷേ ആ വാക്ക് കേട്ട ശേഷം രാഘവൻ പിന്നെ ഒരിക്കലും അടുക്കളയിലേക്ക് കയറിയില്ല. ആ ദിവസം ഉച്ചയ്ക്ക് ഹാളിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എതിർ ഫ്ലാറ്റിലെ ഒരു വൃദ്ധൻ കൈവീശി. രാഘവനും കൈവീശി. പിന്നെ 2 പേരും എല്ലാ ദിവസവും ജനലിലൂടെ പരസ്പരം ചിരിക്കുമായിരുന്നു. പേര് പോലും അറിയില്ല. പക്ഷേ ആ പുഞ്ചിരി മാത്രം രാഘവൻ്റെ ഏകാന്തത കുറച്ചിരുന്നു. മാസാവസാന രാത്രി ഡയറി വീണ്ടും തുറന്നു. അദ്ദേഹം എഴുതി, ഒരു കാര്യം മനസ്സിലായി. വീടുകൾ വലുതായാൽ മാത്രം മനുഷ്യരുടെ മനസ്സും വലുതാകണമെന്നില്ല. പക്ഷേ എൻ്റെ മക്കളെ ഞാൻ കുറ്റം പറയില്ല. അവർ എന്നെ നോക്കുന്നില്ല എന്നല്ല, അവർക്ക് സമയം കിട്ടുന്നില്ല. അവസാനം ഒരു വരി കൂടി എഴുതി, സാവിത്രി, നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ഒറ്റപ്പെടൽ തോന്നുമായിരുന്നില്ല. ആ വരി എഴുതിയ ശേഷം ഡയറി അടയ്ക്കാൻ പോലും കുറച്ചു നേരം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അന്ന് രാത്രി ഫ്ലാറ്റിലെ ലൈറ്റ് അണഞ്ഞു. എല്ലാവരും ഉറങ്ങി. പക്ഷേ രാഘവൻ മാത്രം ഉണർന്നു കിടന്നു. ചുമരിൽ തൂക്കിയിരുന്ന കുടുംബ ഫോട്ടോയിലേക്ക് നോക്കി പതുക്കെ സ്വയം പറഞ്ഞു, ഒരു കാലത്ത് ഇവരെല്ലാം എൻ്റെ നെഞ്ചിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ ഉറങ്ങുകയാണ്. 3ാമത്തെ മാസം രാഘവൻ ഇളയ മകൾ മീനയുടെ വീട്ടിലെത്തി. മീനയ്ക്ക് അച്ഛനെ ജീവനായിരുന്നു. വാതിൽ തുറന്ന ഉടനെ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഇനി 1 മാസം മുഴുവൻ എൻ്റെ ഒപ്പമല്ലേ? രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ ഇപ്പോഴും പഴയ മീന തന്നെയാണ്. രാഘവന് തോന്നി സാവിത്രി ഉണ്ടായിരുന്ന ദിവസങ്ങൾ തിരികെ വന്നതുപോലെ. പക്ഷേ ഒരു ഞായറാഴ്ച മീനയുടെ ഭർത്താവിൻ്റെ ചില ബന്ധുക്കൾ വീട്ടിലെത്തി. ഹാളിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, ഇത് മീനയുടെ അച്ഛനാണോ? അതെ, മീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, അച്ഛൻ ഇനി സ്ഥിരമായി ഇവിടെയാണോ താമസം? മീന മറുപടി പറയുന്നതിന് മുമ്പ് മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, 1 മാസം ഇവിടെ, അടുത്ത മാസം വേറെ മക്കളുടെ വീട്ടിൽ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് അതൊരു സാധാരണ സംഭാഷണമായിരുന്നു. പക്ഷേ രാഘവൻ്റെ മനസ്സിൽ ആ വാക്ക് ഒരു മുള്ളുപോലെ തറച്ചു. അഡ്ജസ്റ്റ്മെൻറ്റ്. ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം രാഘവൻ വരാന്തയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, സാവിത്രി, ഞാനിപ്പോൾ ഒരു അച്ഛനല്ല, ഓരോ മാസവും സ്ഥലം മാറുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമായിപ്പോയി. കാറ്റ് മാത്രം മറുപടി പറഞ്ഞു. അന്ന് രാത്രി ഡയറിയിൽ അദ്ദേഹം എഴുതി, ഇന്ന് ആരോ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, പക്ഷേ അവർ അറിയാതെ തന്നെ 1 മാസക്കാലത്തെ അതിഥിയാക്കി മാറ്റിയിരിക്കുന്നു. ഡയറി അടയ്ക്കുമ്പോൾ രാഘവൻ ആദ്യമായി ശബ്ദമില്ലാതെ കരഞ്ഞു. മീനയുടെ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാഘവൻ ഒരു പതിവുണ്ടായി. രാവിലെ മീന ഓഫീസിൽ പോയാൽ വീടിൻ്റെ മുന്നിലെ ചെറിയ തോട്ടത്തിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കും, ഉണങ്ങിയ ഇലകൾ പെറുക്കും, പൂക്കൾ വിരിയുന്നത് നോക്കി കുറച്ചു നേരം ഇരിക്കും. ഒരു ദിവസം മീനയുടെ ഭർത്താവ് അത് കണ്ടു പറഞ്ഞു, അച്ഛാ, നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, മാലി ആഴ്ചയിലൊരിക്കൽ വരും. രാഘവൻ ചിരിച്ചു. വെറുതെ ഇരുന്നാൽ സമയം പോകുന്നില്ല മോനെ. പക്ഷേ അന്ന് വൈകുന്നേരം മാലി വന്നപ്പോൾ അവൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ വരുന്നത് വരെ
ആരും തോട്ടത്തിൽ ഇറങ്ങരുത് എന്നാണ് സാർ പറഞ്ഞത്. ആ വാക്ക് കേട്ടപ്പോൾ രാഘവൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പതുക്കെ വരാന്തയിലേക്ക് കയറി. ആ ദിവസം മുതൽ അദ്ദേഹം തോട്ടത്തിലേക്ക് ഇറങ്ങിയതേയില്ല. 2 ദിവസം കഴിഞ്ഞ് കൊച്ചുമകൾ സ്കൂളിൽ നിന്ന് വന്ന് ചോദിച്ചു, മുത്തച്ഛ ഇന്ന് കഥ പറയില്ലേ? പറയാം മോളെ. അപ്പോഴാണ് മീന പുറത്ത് വന്ന് പറഞ്ഞത്, മോളെ ആദ്യം ട്യൂഷൻ, ഹോംവർക്ക് തീർക്കൂ, പിന്നെ കേൾക്കാം. ഹോംവർക്ക് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോയിരുന്നു. ആ ദിവസം രാഘവൻ്റെ കഥ ആരും കേട്ടില്ല. ആ രാത്രിയിൽ ഡയറിയിൽ അദ്ദേഹം എഴുതി, ഇന്ന് സാവിത്രിയെ ഒരുപാട് ഓർത്തു. മുമ്പ് നമ്മുടെ വീട്ടിൽ വൈകുന്നേരം കുട്ടികളുടെ ചിരിയായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ വെച്ച കഥകൾ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുകയാണ്. വയസ്സാകുമ്പോൾ മനുഷ്യൻ സംസാരിക്കാൻ ഒരാളെ തേടും. പക്ഷേ എല്ലാവർക്കും സമയം കുറവാണ്. അടുത്ത ദിവസം മീന ഓഫീസിലേക്ക് പോകുമ്പോൾ ചോദിച്ചു, അച്ഛാ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ? രാഘവൻ ഒന്ന് ചിരിച്ചു. എനിക്കൊന്നും വേണ്ട മോളെ, നീ ഇന്ന് അരമണിക്കൂർ നേരത്തെ വന്നാൽ മതി. മീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കാം അച്ഛാ. പക്ഷേ അന്ന് ഓഫീസിൽ മീറ്റിംഗ് നീണ്ടുപോയി. മീന വീട്ടിലെത്തിയത് രാത്രി 9 മണിക്കാണ്. വാതിൽ തുറന്നപ്പോൾ രാഘവൻ കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അവൻ്റെ മടിയിൽ തുറക്കാതെ കിടന്നിരുന്ന ഒരു ചെസ് ബോർഡ്. കൊച്ചുമോനോടൊപ്പം കളിക്കാനായി ഉച്ചയ്ക്ക് തന്നെ എടുത്തു വെച്ചത്. പക്ഷേ കളിക്കാൻ ആർക്കും സമയം കിട്ടിയില്ല. മീനയ്ക്ക് അച്ഛനെ ജീവനായിരുന്നു. പക്ഷേ സ്നേഹം മാത്രം മതിയായിരുന്നില്ല. ജീവിതത്തിൻ്റെ തിരക്ക് അവളെയും മാറ്റിയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം മീന ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വരാന്തയിൽ രാഘവൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അച്ഛാ എന്താ പുറത്തിരുന്ന്? രാഘവൻ ഒന്ന് ചിരിച്ചു. വീട്ടിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ ശ്വാസം മുട്ടിയതുപോലെ തോന്നി. അതുകൊണ്ട് കുറച്ചു നേരം പുറത്തിരുന്നു. മീനയ്ക്കത് കേട്ട് വിഷമമായി. അടുത്ത ദിവസം കൊച്ചുമകൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, മുത്തച്ഛ നാളെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ ആണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ആ ചോദ്യം കേട്ടപ്പോൾ രാഘവൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. വരും മോളെ. അടുത്ത ദിവസം രാവിലെ രാഘവൻ തൻ്റെ ഏറ്റവും നല്ല മുണ്ടെടുത്ത് ധരിച്ചു. മുടി ചീകി കണ്ണാടിയിൽ നോക്കി. സാവിത്രിയെ ഓർത്ത് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് മീനയ്ക്ക് ഓഫീസിൽ നിന്നൊരു അടിയന്തര ഫോൺ കോൾ വന്നത്. അവൾ തിരക്കിട്ട് പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു, മോളെ ഇന്ന് സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റില്ല. മുത്തച്ഛനെയും കൊണ്ടുപോകാൻ ഇപ്പോൾ സമയമില്ല. ടീച്ചറോട് അടുത്ത വർഷം വരാമെന്ന് പറയാം. കൊച്ചുമകൾ കരഞ്ഞു. രാഘവൻ അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല മോളെ, അടുത്ത വർഷം നമ്മൾ 2 പേരും പോകും. പക്ഷേ ആ വാക്ക് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അടുത്ത വർഷം അത് തനിക്ക് കിട്ടുമോ എന്ന്. ആ രാത്രി ഡയറിയിൽ അദ്ദേഹം ഒരു വരി മാത്രം എഴുതി, ചില ആഗ്രഹങ്ങൾ വലുതല്ല, പക്ഷേ അവ നടക്കാതെ പോകുമ്പോൾ മനസ്സൊരുപാട് വേദനിക്കും. 1 മാസം കഴിഞ്ഞു. രാഘവൻ 4ാമത്തെ മകൻ അനിലിൻ്റെ വീട്ടിലെത്തി. മറ്റുള്ളവരെ പോലെ അനിലും അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്ക് അവനെയും വിട്ടിരുന്നില്ല. രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകും. രാത്രി 9 മണി കഴിഞ്ഞേ വീട്ടിലെത്തൂ. അതിനിടയിൽ രാഘവൻ ആ വീട്ടിൽ അധികവും ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം കൊച്ചുമോൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. രാഘവൻ അടുത്തിരുന്ന് പറഞ്ഞു, മോനെ ഞാൻ പഠിപ്പിക്കട്ടെ? അപ്പോഴേക്കും അനിലിൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറി. അവന് കൺഫ്യൂഷൻ വരും. അത് കുറ്റപ്പെടുത്തലായിരുന്നില്ല. പക്ഷേ രാഘവൻ പതുക്കെ പുസ്തകം അടച്ച് മേശപ്പുറത്ത് വെച്ചു. ആ ദിവസത്തിന് ശേഷം കൊച്ചുമകൻ്റെ പഠനത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും ഇടപെട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവന് ചെറിയ പനി തോന്നി. ഒന്നുമില്ല, കാലാവസ്ഥയുടെ മാറ്റമായിരിക്കും എന്ന് പറഞ്ഞ് ആരെയും അറിയിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ പനി കൂടി. എന്നിട്ടും അനിൽ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവന് ജോലിയുടെ ടെൻഷൻ ഉണ്ട്. ഞാൻ കൂടി വിഷമിപ്പിക്കണ്ട എന്ന് മനസ്സിൽ പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം രാവിലെ രാഘവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരം ആകെ വിറച്ചു. ആ ശബ്ദം കേട്ട് അനിലിൻ്റെ ഭാര്യ ഓടിയെത്തി. അവൾ നെറ്റിയിൽ കൈവച്ചതും ഞെട്ടിപ്പോയി. അച്ഛാ നല്ല പനിയാണല്ലോ. ഉടനെ അവൾ അനിലിനെ വിളിച്ചു. അനിൽ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ഓടിയെത്തി. അച്ഛനെ കെട്ടിപ്പിടിച്ച് കാറിൽ കയറ്റുമ്പോൾ രാഘവൻ പതുക്കെ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നിന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പറഞ്ഞില്ല. ആ വാക്ക് കേട്ടപ്പോൾ അനിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് ആദ്യമായി തോന്നി, അച്ഛൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് സ്വന്തം വേദന പോലും പറയാതിരുന്നത്. ഒരു ദിവസം രാഘവൻ അനിലിനോട് ചോദിച്ചു, മോനെ ഒരു കാര്യം ചോദിച്ചാൽ നീ ചെയ്യുമോ? അനിൽ ഉടനെ പറഞ്ഞു, എന്താ അച്ഛാ? രാഘവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എന്നെ ഒരു ദിവസം നമ്മുടെ പഴയ വീട്ടിൽ കൊണ്ടുപോകാമോ? നിന്റെ അമ്മ നട്ട മുല്ലപ്പൂവൊന്ന് കാണണം. വരാന്തയിൽ കുറച്ചു നേരം ഇരിക്കണം. അത്രയേ ഉള്ളൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ അനിലിൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ വിറച്ചു. ഒരു നിമിഷം അവന് മനസ്സിലായി, അച്ഛൻ ഒരിക്കലും വലിയ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിച്ചത് സ്വന്തം വീട്ടിൽ കുറച്ച് സമയം ഇരിക്കാൻ മാത്രം. ആ രാത്രി അനിൽ മൂത്ത സഹോദരനെയും സഹോദരിയെയും വിളിച്ചു. നമ്മളൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. അവർക്കൊന്നും ആദ്യം മനസ്സിലായില്ല. പക്ഷേ അനിലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഭയം. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചോ?
അടുത്ത ഞായറാഴ്ച 4 മക്കളും അവരുടെ കുടുംബങ്ങളും ഒരുമിച്ച് പഴയ വീട്ടിലെത്തി. മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിൻ്റെ പൂട്ട് തുറന്നു. വാതിൽ തുറന്നതും ഒരു തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. രാഘവൻ പതുക്കെ അകത്തേക്ക് കയറി. അദ്ദേഹം ആദ്യം നോക്കിയത് ചുമരിൽ തൂങ്ങിയിരുന്ന സാവിത്രിയുടെ പഴയ ഫോട്ടോയിലേക്കായിരുന്നു. ഫോട്ടോയിൽ കട്ടിയായി പൊടി പിടിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ തോർത്തെടുത്ത് വളരെ സാവധാനത്തിൽ ആ പൊടി തുടച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സാവിത്രി, ഞാൻ വന്നു." ആ ഒരു വാക്ക് കേട്ടപ്പോൾ 4 മക്കളും തലകുനിച്ചു നിന്നു. അതിനുശേഷം രാഘവൻ വീടിൻ്റെ ഓരോ മുറിയിലേക്കും നടന്നു. അടുക്കളയിൽ കയറി ചൂളയിൽ കൈവച്ചു. "ഇവിടെയല്ലേ നീ എല്ലാ രാവിലെയും എനിക്ക് ചായ ഉണ്ടാക്കിയിരുന്നത്?" മുറ്റത്തേക്ക് ഇറങ്ങി. സാവിത്രി നട്ട മുല്ലച്ചെടിയുടെ അടുത്ത് മുട്ടുകുത്തി. അതിൽ 2 വെള്ളപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു പൂവും പറിച്ചില്ല. വെറുതെ അതിൻ്റെ മണം മാത്രം ആസ്വദിച്ചു. വരാന്തയിലെ പഴയ ചാരുകസേരയിലിരുന്ന് കണ്ണടച്ചു. അല്പസമയം കഴിഞ്ഞു പറഞ്ഞു, "ഇന്നെനിക്ക് ഒന്നും വേണ്ട. ഈ ഒരു ദിവസം മാത്രം. വീണ്ടും പഴയ ജീവിതം കിട്ടിയതുപോലെ തോന്നുന്നു." കൊച്ചുമക്കൾ മുറ്റത്ത് ഓടിക്കളിച്ചു. ആ ശബ്ദം കേട്ട് രാഘവൻ സന്തോഷത്തോടെ ചിരിച്ചു. വിനോദിനോട് പറഞ്ഞു, "ഓർമ്മയുണ്ടോ? നീയും ഇതുപോലെ ഇവിടെ ഓടിയിരുന്നു." സുരേഷിനോട്, "നീ മാവിൽ കയറി വീണ് കൈ ഒടിച്ചതും ഇവിടെ തന്നെയല്ലേ?" മീനിയോട്, "നിൻ്റെ അമ്മയുടെ സാരി ഉടുത്ത് ഒളിച്ചിരുന്ന സ്ഥലം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്." അനിലിനെ നോക്കി ചിരിച്ചു. "നീ മാത്രം എന്നും എൻ്റെ നെഞ്ചിലായിരുന്നു." 4 മക്കൾക്കും ആദ്യമായിട്ടാണ് ഈ വീടിന് ഇത്രയും ഓർമ്മകൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായത്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ ആകാശത്തേക്ക് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, "ഇനി എനിക്ക് ഒരു വിഷമവുമില്ല. എന്നെ വീട്ടിലെത്തിച്ചതിന് നന്ദി മക്കളെ." ആ രാത്രി വർഷങ്ങൾക്ക് ശേഷം രാഘവൻ സമാധാനമായി ഉറങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരിക്കൽ കൂടി വീടിൻ്റെ ഓരോ മുറിയും നോക്കി. സാവിത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിച്ചു. പതുക്കെ കൈകൂപ്പി, "സാവിത്രി, ഇനി എനിക്ക് പേടിയില്ല. നമ്മുടെ മക്കൾ നല്ലവരാ. അവർക്ക് സമയം കിട്ടിയില്ല, അത്രയേ ഉള്ളൂ." അത് പറഞ്ഞ് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് നടന്നു. ആരും അറിയാതെ അലമാര തുറന്ന് ആ ചെറിയ നീല ഡയറി പുറത്തെടുത്തു. അവസാന പേജ് തുറന്നു. കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം എഴുതാൻ തുടങ്ങി. "ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. വീണ്ടും എൻ്റെ വീട്ടിൽ ഒരു ദിവസം ജീവിക്കാൻ കഴിഞ്ഞു. എൻ്റെ മക്കളോട് എനിക്കൊരു പരാതിയുമില്ല. അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന് വേണ്ടി ഓടുകയാണ്. ഒരിക്കൽ ഞാനും അതുപോലെ ഓടിയിരുന്നു." അദ്ദേഹം പേന നിർത്തി. കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ അവസാന വരി എഴുതി. ഒരു അപേക്ഷ മാത്രം. "ഞാനില്ലാതായാലും ഈ വീട് വിൽക്കരുത്. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഇവിടെ ഒത്തുകൂടണം. കാരണം വീടുകളല്ല, ഓർമ്മകളാണ് കുടുംബങ്ങളെ ജീവനോടെ നിലനിർത്തുന്നത്." അത് എഴുതിയ ശേഷം ഡയറി അടച്ചു. തലയിണയ്ക്കടിയിൽ വെച്ചു. ജാലകത്തിലൂടെ ആകാശത്തേക്ക് നോക്കി. പുറത്ത് മഴ പതിയെ പെയ്യാൻ തുടങ്ങി. രാഘവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു. പഴയ വീട്ടിൽ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞു. ആ വീട്ടിൽ വീണ്ടും ചിരികൾ കേൾക്കാൻ തുടങ്ങി. കൊച്ചുമക്കൾ മുറ്റത്ത് ഓടിക്കളിച്ചു. മീന അടുക്കള വൃത്തിയാക്കി. വിനോദ് പൊട്ടിയ ജനൽ ശരിയാക്കി. സുരേഷ് വൈദ്യുത വിളക്കുകൾ മാറ്റി. അനിൽ മുറ്റം വെട്ടി വൃത്തിയാക്കി. ഇതെല്ലാം കണ്ടപ്പോൾ രാഘവൻ്റെ മനസ്സ് നിറഞ്ഞു. "സാവിത്രി, നോക്ക്, നമ്മുടെ മക്കൾ വീണ്ടും ഈ വീട്ടിൽ ഒരുമിച്ചല്ലോ." അന്ന് വൈകുന്നേരം എല്ലാവരും മുറ്റത്ത് ചായ കുടിച്ചിരിക്കുകയായിരുന്നു. രാഘവൻ അകത്ത് കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് വിനോദ് പതുക്കെ പറഞ്ഞത്, "ഈ വീട് ഇങ്ങനെ അടച്ചിട്ട് എന്ത് കാര്യം? ഇപ്പോൾ നല്ല വില കിട്ടും." സുരേഷ് പറഞ്ഞു, "അതെ, വിറ്റാൽ എല്ലാവർക്കും ഓരോ പങ്ക് കിട്ടും." അനിൽ ഒന്നും പറഞ്ഞില്ല. മീനയ്ക്കത് കേട്ടപ്പോൾ ഇഷ്ടമായില്ല. "അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയണ്ട." അവൾ പതുക്കെ പറഞ്ഞു. അവർക്കറിയില്ലായിരുന്നു അകത്തെ മുറിയിലെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. ആ വാക്കുകൾ രാഘവൻ്റെ ചെവിയിൽ വ്യക്തമായി എത്തി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പതുക്കെ എഴുന്നേറ്റ് വരാന്തയിലേക്ക് നടന്നു. മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ സാവിത്രി നട്ടിരുന്ന മുല്ലച്ചെടിയുടെ അടുത്തുപോയി നിന്നു. കണ്ണുകൾ നിറഞ്ഞു. "ഈ വീട്ടിലെ വില പറയാൻ പറ്റും, പക്ഷേ ഈ വീട്ടിലെ ഓർമ്മകൾക്ക് എന്ത് വിലയാണ്?" അദ്ദേഹം മനസ്സിൽ മാത്രം പറഞ്ഞു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. രാഘവൻ പതിവ് പോലെ ചിരിച്ചുകൊണ്ടിരുന്നു. ഒരു വാക്കുപോലും പറഞ്ഞില്ല. അദ്ദേഹം വിഷമിച്ചെന്ന് ആരും അറിഞ്ഞില്ല. പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് പഴയ മുറിയിലേക്ക് പോയി. അലമാര തുറന്നു. സാവിത്രിയുടെ ഒരു പഴയ സാരി കയ്യിലെടുത്തു. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം നിശബ്ദനായി നിന്നു. ആ കാഴ്ച വാതിലിൻ്റെ വിടവിലൂടെ കണ്ട മീന നിശബ്ദമായി കരഞ്ഞു. ആദ്യമായിട്ടാണ് അച്ഛൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ വേദന അവൾ ശരിക്കും മനസ്സിലാക്കിയത്.
അടുത്ത ദിവസം രാവിലെ രാഘവൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. മുറ്റമടിച്ചു വാരി തുളസിക്ക് വെള്ളമൊഴിച്ചു. വരാന്തയിലെ പഴയ കസേരയിലിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിനോദിൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് വിളിച്ചത്. ചേട്ടാ, ഈ പഴയ കസേര ഒന്ന് മാറ്റാമോ? അതിഥികൾ വരുമ്പോൾ കാണാൻ ഭംഗിയില്ല. അവളത് മനഃപൂർവ്വം പറഞ്ഞതല്ല. വീട് വൃത്തിയായി കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷേ ആ കസേര സാവിത്രി ജീവിച്ചിരിക്കുമ്പോൾ രണ്ടുപേരും എല്ലാ വൈകുന്നേരവും ഇരുന്നിരുന്ന കസേരയായിരുന്നു. രാഘവനൊന്നും പറഞ്ഞില്ല. പതുക്കെ കസേരയെടുത്ത് വീട്ടിൻ്റെ പിന്നിലെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചു. ആ കസേരയിൽ ഒന്ന് കൈവച്ച് പതുക്കെ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണേ. എന്നെപ്പോലെ നിന്നെയും മാറ്റിയല്ലോ. ഉച്ചയ്ക്ക് കൊച്ചുമക്കൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു. രാഘവനും അവരോടൊപ്പം ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോഴാണ് ഒരു ചെറിയ കുട്ടി ചോദിച്ചത്, മുത്തച്ഛ, ഈ വീട് ആരുടേതാ? രാഘവൻ ചിരിച്ചു. നമ്മുടെ എല്ലാവരുടെയും. കുഞ്ഞ് വീണ്ടും ചോദിച്ചു, അപ്പോൾ എന്തിനാ എല്ലാവരും ഓരോ വീട്ടിൽ താമസിക്കുന്നത്? ആ ചോദ്യം കേട്ട് അവിടെ നിന്നിരുന്ന മുതിർന്നവരെല്ലാം നിശബ്ദരായി. രാഘവൻ മാത്രം ചിരിച്ചു. വളർന്നാൽ എല്ലാവർക്കും ഓരോ വീടാവും മോനെ. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഹൃദയം നുറുങ്ങുകയായിരുന്നു. ആ രാത്രി മീന വെള്ളമെടുക്കാൻ എഴുന്നേറ്റപ്പോൾ വരാന്തയിൽ ചെറിയ വെളിച്ചം കണ്ടു. നോക്കിയപ്പോൾ രാഘവൻ ഒറ്റയ്ക്ക് ആ സ്റ്റോർ റൂമിൽ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ആ പഴയ കസേരയുടെ കൈപ്പിടി. കണ്ണുകളിൽ ഉറങ്ങാതെ പോയ വർഷങ്ങളുടെ ക്ഷീണം. മീന ഒന്നും മിണ്ടിയില്ല. തിരിഞ്ഞ് മുറിയിലേക്ക് പോയി. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ അറിയാതെ അച്ഛനെ എത്ര വേദനിപ്പിച്ചു. ആ ചിന്ത അവളെ മുഴുവൻ രാത്രി പിന്തുടർന്നു. അടുത്ത ദിവസം രാവിലെ മീന അടുക്കളയിൽ തിരക്കിലായിരുന്നു. വീട്ടിലേക്ക് ചില ബന്ധുക്കൾ വരാനുണ്ടായിരുന്നു. വീട് മുഴുവൻ വൃത്തിയാക്കുന്ന തിരക്കിൽ രാഘവനും സഹായിക്കാമെന്ന് കരുതി പഴയ അലമാരയും മേശയും തുടച്ച് വൃത്തിയാക്കി. മുറ്റത്തെ ഉണങ്ങിയ ഇലകൾ വാരിക്കൂട്ടി. അപ്പോൾ മീനയുടെ ഭർത്താവ് പുറത്തു നിന്ന് കയറി വന്നു. രാഘവൻ വൃത്തിയാക്കിയ സാധനങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഈ പ്രായത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാവരും ഞങ്ങളെ തന്നെയല്ലേ കുറ്റം പറയൂ? അത് കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. പക്ഷേ ആ വാക്ക് രാഘവൻ്റെ മനസ്സിൽ വേറൊരു അർത്ഥമായി. അദ്ദേഹം ചൂൽ പതുക്കെ ചുമലിനോട് ചേർത്ത് വെച്ചു. പിന്നെ ആ ദിവസം മുഴുവൻ ഒരു ജോലിയും ചെയ്തില്ല. വൈകുന്നേരം ബന്ധുക്കൾ വന്നപ്പോൾ ഒരു സ്ത്രീ രാഘവനോട് ചോദിച്ചു, ചേട്ടാ, ഇപ്പോൾ ആരുടെ കൂടെയാ താമസം? രാഘവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ മകളുടെ കൂടെയാ. അവൾ വീണ്ടും ചോദിച്ചു. പിന്നെ ഒരു നിമിഷം നിശബ്ദനായി നിന്ന ശേഷം രാഘവൻ പതുക്കെ പറഞ്ഞു, അടുത്ത മാസം എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ വാക്ക് കേട്ട് അവിടെ ഒരു നിമിഷം നിശബ്ദത പടർന്നു. എല്ലാവരും പോയ ശേഷം മീന വരാന്തയിൽ വന്നു. അച്ഛൻ പഴയ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങളുടെ കൂടെ ഇങ്ങനെ മാറി മാറി താമസിക്കുന്നത് അച്ഛന് ശരിക്കും ഇഷ്ടമാണോ? രാഘവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ വളരെ ശാന്തമായി പറഞ്ഞു, മോളെ, ഇഷ്ടവും അനിഷ്ടവും നോക്കാനുള്ള പ്രായം അച്ഛന് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതെ ജീവിച്ചാൽ മാത്രം മതി. ആ ഒരു വാക്ക് മീനയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ആ രാത്രി അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇനി അച്ഛനെ ഇങ്ങനെ ഓരോ വീട്ടിലും അയക്കുന്നത് ശരിയല്ല. ഭർത്താവ് അവളെ നോക്കി. എനിക്കും അതുതന്നെയാണ് തോന്നുന്നത്. പക്ഷേ ആദ്യം എല്ലാവരും ഒരുമിച്ച് സംസാരിക്കണം. ആ തീരുമാനം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. അടുത്ത ദിവസം രാത്രി 4 മക്കളും വരാന്തയിൽ ഒരുമിച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ 4 പേരും ഇത്ര നേരം ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മീന പതുക്കെ ചോദിച്ചു, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ അവളെ നോക്കി. അച്ഛൻ ഇപ്പോൾ പഴയ പോലെ ചിരിക്കുന്നില്ല. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അനിൽ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, ഇന്നലെ രാത്രി അച്ഛൻ ഉറക്കത്തിൽ അമ്മയുടെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ വാക്ക് കേട്ടപ്പോൾ 4 പേരും നിശബ്ദരായി. അതേസമയം അകത്തെ മുറിയിൽ രാഘവൻ പഴയ ഫോട്ടോ ആൽബം നോക്കുകയായിരുന്നു. ഓരോ ഫോട്ടോയും കൈകൊണ്ട് തലോടി. ഒരു ഫോട്ടോയിൽ 4 മക്കളും ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ തോളിലും മടിയിലുമായി ഇരിക്കുന്നു. ആ ചിത്രം നോക്കി അദ്ദേഹം ചിരിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, അന്ന് നിങ്ങൾ 4 പേരും എൻ്റെ കൈ വിട്ടിരുന്നില്ല. ഇന്ന് ജീവിതമാണ് നിങ്ങളെ എന്നിൽ നിന്നും അകറ്റിയത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് കൊച്ചുമോൻ്റെ ശബ്ദം കേട്ടു, മുത്തച്ഛ, വാ, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം. രാഘവൻ ഉടനെ കണ്ണുനീർ തുടച്ചു പുറത്തേക്ക് വന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന്. കൊച്ചുമോൻ പറഞ്ഞു, മുത്തച്ഛൻ നടുവിൽ നിൽക്കണം. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് രാഘവൻ 4 മക്കളെയും ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ സന്തോഷവും സങ്കടവും തൃപ്തിയും എല്ലാം ഉണ്ടായിരുന്നു. ആ ഫോട്ടോ
അവരൊരുമിച്ചെടുത്ത അവസാനത്തെ കുടുംബ ഫോട്ടോ ആയിരിക്കുമെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. അന്ന് രാത്രി രാഘവന് വീണ്ടും ചെറിയ പനി അനുഭവപ്പെട്ടു. പക്ഷേ ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം മക്കളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്ന കാഴ്ച അദ്ദേഹത്തിനൊരു പനിയേക്കാൾ വിലപ്പെട്ടതായിരുന്നു. പിറ്റേന്ന് രാവിലെ രാഘവൻ പതിവ് പോലെ ആദ്യം എഴുന്നേറ്റു. പക്ഷേ ഇന്ന് ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കൈകൾക്കും ചെറിയ വിറയൽ. എന്നിട്ടും ആരും കാണാതെ അടുക്കളയിലേക്ക് നടന്നു. കൊച്ചുമക്കൾക്ക് ഇഷ്ടമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. സാവിത്രി ജീവിച്ചിരിക്കുമ്പോൾ അവൾ പഠിപ്പിച്ച അതേ രുചി. മാവ് കലക്കുമ്പോൾ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു. ഇന്നിവർ കഴിച്ചാൽ സാവിത്രിയെ ഓർക്കും, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. മീന ഓടിയെത്തി. നോക്കുമ്പോൾ രാഘവൻ ചുമരിൽ പിടിച്ചു നിൽക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വീണു പൊട്ടിയിരുന്നു. അച്ഛാ, എന്താ ഇത്? മീന ഭയന്ന് ചോദിച്ചു. രാഘവൻ ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല മോളെ, കൈ ഒന്ന് വഴുതി. പക്ഷേ മീന അച്ഛൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അത് വിറയ്ക്കുകയായിരുന്നു. അനിലും വിനോദും സുരേഷും ഓടിയെത്തി. അടുക്കള മുഴുവൻ ഉണ്ണിയപ്പത്തിൻ്റെ മണം. പൊട്ടിയ പാത്രത്തിനരികിൽ പകുതി വേവിച്ച മാവ്. വിനോദ് പതുക്കെ ചോദിച്ചു, അച്ഛാ, ഈ പ്രായത്തിൽ എന്തിനാ ഇതൊക്കെ? രാഘവൻ വളരെ ശാന്തമായി പറഞ്ഞു, ഇനി എത്ര ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ കൊച്ചുമക്കൾക്ക് എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നി. ആ വാക്ക് കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അനിൽ അടുപ്പ് ഓഫ് ചെയ്തു. പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ ആദ്യമായാണ് മനസ്സിലാക്കിയത്, അച്ഛന് ഒന്നും വേണ്ടിയിരുന്നില്ല, അദ്ദേഹം കൊടുക്കാനായിരുന്നു ആഗ്രഹിച്ചത്. അന്ന് വൈകുന്നേരം രാഘവൻ്റെ പനി വീണ്ടും കൂടി. ഇപ്പോൾ അത് മറച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അനിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛാ, ഇനി ഒരു വാക്കും വേണ്ട, ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. രാഘവൻ മക്കളെ ഓരോരുത്തരെയും ഒന്നു നോക്കി. പിന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ തലകുലുക്കി. ആ രാത്രി ആശുപത്രി മുറിയിൽ രാഘവൻ ഉറങ്ങുകയായിരുന്നു. പക്ഷേ 4 മക്കളും ഉറങ്ങിയില്ല. വിനോദ് പതുക്കെ പറഞ്ഞു, നമ്മൾ അച്ഛനെ നോക്കിയിരുന്നു, പക്ഷേ അച്ഛന് വേണ്ടത് കൊടുത്തില്ല. സുരേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛന് മരുന്ന് കൊടുത്തു, പക്ഷേ സമയം കൊടുത്തില്ല. മീന കരഞ്ഞു. അനിൽ തല താഴ്ത്തിയിരുന്നു. അപ്പോഴാണ് രാഘവൻ കണ്ണ് തുറന്നത്. മക്കൾ 4 പേരും അടുത്തിരിക്കുന്നത് കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഒരേ സമയം 4 മക്കളും തൻ്റെ ചുറ്റുമിരിക്കുന്നു. അദ്ദേഹം ചിരിച്ചു. എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അത് കേട്ട് 4 പേരും ചിരിച്ചു, കണ്ണുനീർ തുടച്ചുകൊണ്ട്. പക്ഷേ ആ രാത്രി രാഘവൻ തലയണക്കടിയിൽ കൈയിട്ടു. ആ നീല ഡയറി പുറത്തെടുത്തു. ഒരു പേജ് തുറന്ന് ഒരു വരി മാത്രം എഴുതി. ഇന്ന് എൻ്റെ മക്കൾ വീണ്ടും എൻ്റെ ചുറ്റുമിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ഒരു അച്ഛനായി. 3 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം രാഘവനെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ 4 മക്കളെയും ഒരുമിച്ച് വിളിച്ചു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് മരുന്ന് മാത്രം മതിയാകില്ല, മനസ്സ് സന്തോഷിക്കണം, ഒറ്റപ്പെട്ടുവെന്ന് ഒരിക്കലും തോന്നാൻ ഇടവരുത്തരുത്. ആ വാക്കുകൾ 4 പേരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ രാഘവൻ കിടക്കയിലേക്ക് പോകാതെ വരാന്തയിലെ പഴയ കസേരയിലിരുന്നു. കുറച്ചു നേരം മിണ്ടാതെ പുറത്തേക്ക് നോക്കി. പിന്നെ 4 മക്കളെയും വിളിച്ചു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുമിരുന്നു. രാഘവൻ പതുക്കെ പറഞ്ഞു, ഇനി ഞാനൊരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി മാറി താമസിക്കില്ല. ആ വാക്ക് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. മീന കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? രാഘവൻ ഉടനെ അവളുടെ കൈ പിടിച്ചു. അല്ല മോളെ, നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കാത്തവരല്ല. പക്ഷേ ഓരോ മാസം ഓരോ ബാഗ് എടുത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് ഞാനൊരു അതിഥിയാണെന്ന് തോന്നുന്നു. ആ വാക്കുകൾ 4 പേരുടെയും നെഞ്ചിൽ കുത്തിയിറങ്ങി. അദ്ദേഹം ഒരു നിമിഷം നിർത്തി. ഓരോ മാസം ഒരു ചെറിയ ഭാഗമെടുത്ത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അച്ഛനാണോ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വന്ന ഒരാളാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. വാക്കുകൾ കേട്ടപ്പോൾ മക്കൾ 4 പേരും പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. രാഘവൻ ചിരിച്ചു. എനിക്കറിയാം മക്കളെ, കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. മക്കളുടെ ജീവിതത്തിൽ ഭാരമാകാൻ ഒരച്ഛനും ആഗ്രഹിക്കില്ല. അന്ന് രാത്രി രാഘവൻ തൻ്റെ നീല ഡയറി തുറന്നു. ഒരു വരി എഴുതി, ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ഭാരം കുറച്ചു. പക്ഷേ എൻ്റെ മക്കളുടെ മനസ്സിൽ ഒരു ഭാരം വെച്ചോ എന്നറിയില്ല. അന്ന് രാത്രി ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാഘവൻ്റെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ അച്ഛനാണോ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വന്ന ഒരാളാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ആ വാക്ക് അവരുടെ മനസ്സിലൊരു മുറിവായി മാറി. പിറ്റേന്ന് രാവിലെ 4 മക്കളും വരാന്തയിൽ ഒരുമിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ അച്ഛനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയായിരുന്നു.
രാഘവൻ തൻ്റെ നീല ഡയറി അനിലിൻ്റെ കയ്യിൽ കൊടുത്തു. മക്കളെ, ഇതിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി ഒന്നും എഴുതിയിട്ടില്ല. കാരണം ഒരച്ഛന് സ്വന്തം മക്കളോട് പരാതി പറയാൻ കഴിയില്ല. അനിൽ ഡയറി തുറന്നു. ആദ്യ പേജുകൾ വായിച്ചു. അവരുടെ ബാല്യം, അമ്മ സാവിത്രിയുടെ ഓർമ്മകൾ, അച്ഛൻ്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ എല്ലാം അതിലുണ്ടായിരുന്നു. പിന്നെ ഒരു പേജിൽ എഴുതിയിരുന്നു, ഒരു ദിവസം എൻ്റെ മക്കൾ വീണ്ടും ഒരുമിച്ചിരിക്കണം. എനിക്ക് വേണ്ടത് അത്രമാത്രമാണ്. മീന ആ വരികൾ വായിച്ചപ്പോൾ അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ മീന അച്ഛനെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു. അച്ഛാ, ചായ. മറുപടി ഉണ്ടായില്ല. അവൾ അടുത്തേക്ക് ചെന്നു. രാഘവൻ വേദനയില്ലാതെ സമാധാനത്തോടെ എന്നേക്കുമായി ഉറങ്ങിപ്പോയിരുന്നു. അനിൽ ആ നീല ഡയറി വീണ്ടും തുറന്നു. അവസാന പേജിൽ ഒരു വരി മാത്രം. എൻ്റെ മക്കൾ ഒരുമിച്ചിരിക്കുന്ന ദിവസം, അതാണ് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സന്തോഷം. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് ഒരു കടമയായല്ല, സ്നേഹമായാണ്. അവർക്ക് സ്വന്തം സന്തോഷങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് മക്കളുടെ ഭാവിക്കായി ജീവിക്കാറുണ്ട്. കാലം മാറുമ്പോൾ വീടുകൾ വലുതാകുന്നു, സൗകര്യങ്ങൾ കൂടുന്നു. പക്ഷേ ചിലപ്പോൾ ആ വലിയ വീടുകളിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ ഇടം പോലും കിട്ടാതെ പോകുന്നു. വൃദ്ധസദനത്തിൽ എത്തുന്ന ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നിൽ ഒരു കഥയുണ്ട്. പറയാതെ പോയ സ്നേഹത്തിൻ്റെ കഥ. അവർക്ക് വേണ്ടത് നമ്മുടെ പണവും വലിയ സൗകര്യങ്ങളുമല്ല. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ, ഒന്ന് കൈപിടിച്ച് നിൽക്കാൻ, നിങ്ങൾ ഞങ്ങൾക്ക് ഭാരമല്ല എന്ന് തോന്നിക്കാൻ മാത്രം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന സ്നേഹത്തിന് പകരം വയ്ക്കാൻ ലോകത്ത് ഒന്നുമില്ല. കാരണം അവർ നഷ്ടപ്പെട്ട ശേഷം ഒഴുക്കുന്ന കണ്ണുനീരിനേക്കാൾ വിലപ്പെട്ടതാണ് അവർ കൂടെ ഇരിക്കുമ്പോൾ നൽകുന്ന ഒരു ചെറിയ പരിഗണന. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ മനോഹരമായ കഥയുമായി വീണ്ടും വരാം.